സോ ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന ഗെയിമിൻ്റെ പേരാണ് സ്കൂൾ ബോയ് റണ്ണവേ. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ ക്യാരക്ടർ ആരാ നോക്കുകയാണെങ്കിൽ ആൻഡ്രോ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ഈ ഒരു പയ്യനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഗെയിം ഫുൾ പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വന്ന് ഇതുപോലെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആണ് വിളിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവൻ്റെ അമ്മയോട് ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ, ഹോംവർക്ക് ഫിനിഷ് ചെയ്തോന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അവൻ്റെ മുഖത്ത് കണ്ടാൽ അറിയാം അവൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ്റെ ഈ ക്ലാസ് ചാനൽ കാണിക്കാൻ പറയുകയാണ്. അപ്പോൾ നോക്കാം അതിൻ്റെ അകത്ത് എന്താ സംഭവം. അവൻ എഫ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ക്ലാസ്സിൽ അത്ര വെടിപ്പൊന്നും അല്ല, അതുകൊണ്ട് അവൻ കളിക്കാൻ സമ്മതിക്കത്തില്ലായിരിക്കും. If I see you slicking around, I'll rough you up real good. സോ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പയ്യനെ എങ്ങനെയും ഈ വീട്ടിൽ നിന്ന് പുറത്ത് കടത്തണം. ഓക്കെ, അവൻ എങ്ങനെയും കളിക്കാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു പയ്യനെ ഇവിടുന്ന് പുറത്ത് കടത്താനായിട്ട് ശ്രമിക്കണം. അതാണ് നമ്മൾ മാക്സിമം ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം എന്തെങ്കിലും സാധനം നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ അതെല്ലാം നമുക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡ്രോവർ കാര്യങ്ങളെല്ലാം തുറന്ന് നോക്കാം. പയ്യൻ്റെ മുറി മൊത്തം സെർച്ച് ചെയ്യാം. എന്തെങ്കിലും ഒരു സാധനം, ഒരു മൈന്യൂട്ടായിട്ടുള്ള സാധനമാണെങ്കിൽ പോലും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് മൊത്തം നോക്കാം. ഓക്കെ, മൊത്തം ഡ്രോവർ അലമാരി എല്ലാം തുറന്ന് നോക്കാം. എന്തെങ്കിലും ആവശ്യമുള്ള സാധനം കിട്ടുമോ നോക്കാം. അപ്പോൾ ഈ ഡ്രോവറിലൊന്നും വലിയ സാധനങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നുമില്ല. നമുക്ക് എല്ലാ ഡ്രോവർ എന്തായാലും അരിച്ച് പറക്കി നോക്കാം. ഓക്കെ, അപ്പം ഈ അപ്പുറത്ത് കിടന്ന് അരയ്ക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഫാദർ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്തോ ഗെയിം കളിക്കുമോ അല്ലെങ്കിൽ സ്പോർട്സ് എന്തോ കാണുമോ, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഫുൾ ടൈം ആ ഒരു വൈബിലാണ്. ഓക്കെ, അപ്പോൾ പുള്ളി അവിടെ കിടന്ന് അലച്ചുകൊണ്ടൊക്കെയിരിക്കും. അപ്പോൾ നമ്മൾ ഇവർ രണ്ടുപേരും കാണാതെ വേണം വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അവർ നമ്മളെ പിടിച്ച് കഴിഞ്ഞാൽ വൻ സീനാണ്. ഓക്കെ, നമ്മളെ കൊണ്ട് കുറേ പണിയൊക്കെ എടുപ്പിക്കും, വീണ്ടും മുറിയിലൊക്കെ കൊണ്ട് അടച്ചിടുക കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം എന്ന് പറയുമ്പോൾ ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് നോക്കാം എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടോ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡസ്റ്റ്ബിനും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും അതിൻ്റെ അകത്തും ഇല്ല ഗൈസ്. അപ്പം വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ വലിയ യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പിന്നീട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും നമുക്ക് കണ്ട് കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ള ഒരു ചാർജർ മാത്രമാണ്. അപ്പോൾ ആ ഒരു ചാർജർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റൊക്കെ നമുക്ക് ഓണാക്കിയാൽ ഉടനെ ഓഫ് ആക്കണം. കഥ തുറന്നാൽ അതും അടച്ചിടണം. ഓക്കെ, കാരണം അത് അവർക്ക് സസ്പിഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെല്ലാം അടച്ചിടുകയൊക്കെ ചെയ്യണം. അതാണ് നമ്മുടെ അമ്മ അടുക്കളയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാദറിൻ്റെ റൂം. ഇവിടെ നിന്നാണ് പുള്ളി ടി വി കാര്യങ്ങളൊക്കെ കാണുന്നത്. ടി വി ആണോ ഗെയിം കളിക്കുകയാണെന്ന് എനിക്കറിയില്ല. എന്തൊരു സംഭവം ചെയ്യുന്നുണ്ട് പുള്ളി. ഓക്കെ, അപ്പോൾ പുള്ളി അവിടെ നാലയ്ക്കുകയും വെള്ളമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഈ ഒരു മുറി ഇതാണ് ഇവരുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും ബെഡ്റൂമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം കിട്ടുമോ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോവർ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബൾബാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബൾബ് കിടപ്പുണ്ട്. ആ ബൾബ് നമുക്ക് നൈസായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഡ്രോവറിലൊന്നുമില്ല. ഈ ഒരു ബൾബൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാ സാധനവും എടുക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് ലാപ്ടോപ്പ്. ഇത് ഫാദറിൻ്റെ ലാപ്ടോപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് ഈ ലാപ്ടോപ്പ് ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും നോക്കുമ്പം സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്തും ഇല്ല. ഈ രണ്ട് ഡ്രോവറിൽ സാധനം ഒന്നും ഇരിപ്പില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫ്ലവർ കേസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യപ്പെട്ട ഒരു സാധനം നമുക്കുണ്ട്. അതിപ്പോൾ നമുക്ക് നോക്കണ്ട. ഇപ്പോൾ അത് എടുത്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പതുക്കെ നോക്കാം. അതിന് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഡ്രോവർ കാര്യങ്ങൾ അലമാരി എല്ലാം ഫുൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ലോക്കർ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോക്കർ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു റുബിക്സ് ക്യൂബിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ നടുക്ക് വരുന്ന റുബിക്സ് ക്യൂബിൻ്റെ അപ്പുറത്തെ കളറെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു റുബിക്സ് ക്യൂബ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ ഒരു റുബിക്സ് ക്യൂബ് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയതിന് ശേഷം അതിൻ്റെ ബ്ലൂ നടുക്ക് വരുന്ന ബ്ലൂവിൻ്റെ സൈഡിലുള്ള കളേഴ്സ് നമുക്കൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നോക്കുമ്പോൾ ഗ്രീനും ഓറഞ്ച് ഈ സംഭവം ഇതെല്ലാം നമുക്കൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് അതേ സെയിം ഇതുകൊണ്ട് നമ്മൾ അവിടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോക്കർ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂവിൻ്റെ സൈഡിലുള്ള കളേഴ്സൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത് നൈസായിട്ട് അപ്പോൾ അത് ലോക്കറിൻ്റെ അടുത്ത് പോകാം. ഓക്കെ, ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ലോക്കർ നൈസായിട്ട് അൺലോക്ക് ചെയ്യാം. ബ്ലൂ. ഓക്കെ, അവൻ്റെ ഫാദർ വരുന്നുണ്ട്. ഫാദറിൻ്റെ ഫോൺ റിങ് ചെയ്ത് ഫോണിലെന്തോ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി നോക്കാൻ വരുന്നത്. അപ്പോൾ നൈസായിട്ട് ഇതിൻ്റെ അത് വിളിച്ചിരിക്കും. ഓക്കെ, ഓക്കെ, അങ്ങേര് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ റുബിക്സ് ക്യൂബ് അൺലോക്ക് ചെയ്യാം. നമ്മൾ അവിടെ കണ്ട ആ സെയിം പാറ്റേൺ ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു ലോക്കർ അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ അകത്ത് എന്താ കിട്ടുന്നതെന്നൊക്കെ. ഒരു കീ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ കീ എവിടെ യൂസ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ഫ്ലവർ കേസിൻ്റെ അത് നമുക്കൊന്ന് കാണിക്കാം ഗൈസ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ കേസിൻ്റെ അത് നമുക്കൊരു കീ കാണാനായിട്ട് സാധിക്കും. സൂക്ഷിച്ചൊക്കെ ഒരു കീ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലവർ കേസ് നമുക്കാണെങ്കിൽ അപ്സൈഡ് ഡൗൺ ആക്കാം. അപ്പോൾ ഫ്ലവർ കീ താഴെ വീഴും. ഓക്കെ, സൗണ്ട് ഞാൻ പറഞ്ഞ സൗണ്ട് വരുമെന്ന്. നമ്മൾ ആ ഫ്ലവർ അവിടെ തിരിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഫാദർ അതുകൊണ്ട് കണ്ടുപിടിക്കും. അതൊരു ഇഷ്യൂ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അനങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കാം.
ഓക്കെ പുള്ളി നമ്മളെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ കീ എന്തായാലും നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ റൂമിലേക്ക് തിരിച്ച് പോകാൻ പറ്റുമോ നോക്കാം. ഓക്കെ അപ്പം ഫാദറിൻ്റെ അനക്കൊന്നും കേൾക്കുന്നില്ല. പുള്ളി അപ്പുറത്ത് വല്ല പോകുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് നമ്മുടെ റൂമിൽ പോയി കയറാം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓ ഗൈസ് മദർ കണ്ടു. ഓക്കെ നമ്മളെ മദർ നമുക്ക് നൈസായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. മദർ പിടിച്ച് ഗൈസ്. ഇനി നമ്മളെ ഇവിടെ ഒരു പണി കാര്യങ്ങളൊക്കെ എടുപ്പിക്കുക, അതാണ് ടാസ്ക്. ആകെപ്പാടെ 3 ചാൻസസ് നമുക്ക് ഈ ഒരു ഗെയിം ഫിനിഷ് ചെയ്യാനായിട്ടുള്ളൂ. അതിലിപ്പോൾ ഒരു ചാൻസ് കഴിഞ്ഞു. ഒരു വട്ടം നമ്മളെ പിടിച്ചുകൊണ്ട് ഒരു ചാൻസ് കഴിഞ്ഞു. ഇനി 2 ചാൻസ് കൂടെ ഉണ്ട്. ആ 2 ചാൻസിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മാച്ച് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ വീഡിയോ തരുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ നമ്മൾ ഇതുപോലത്തെ വേറെ ലെവലായിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഡെയിലി ഇടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യില്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക. Good job. Go to your room. I'll come check on you later. ഓക്കെ അങ്ങനെ നമ്മൾ ആ ഒരു പണി കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും റൂമിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ അടങ്ങിയിരിക്കത്തില്ല, നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയേ പറ്റത്തുള്ളൂ. ഓക്കെ അപ്പോൾ നമുക്ക് ആ കിട്ടിയ 2 കീ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ അത് പെർഫെക്റ്റായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ബൾബ് നമുക്ക് ഇവിടെ എന്നിട്ട് ആ ഒരു ബൾബ് ഒന്ന് ലൈറ്റ് ഒന്ന് ഓൺ ആക്കാം. അപ്പോൾ ഈ മുറിക്കകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണുമായിരിക്കും. ഓക്കെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ കഥ കാണിച്ചേക്കാം. അപ്പോൾ ഒരു ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു സ്പ്രേയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഇവിടെ ഒരു ഇതുണ്ട്, അതും തുറക്കാനുള്ള കീ നമ്മുടെ ഉണ്ടായിരുന്നു. അതിൻ്റെ നോക്കാൻ നമുക്ക് കാറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ അടിയിലേക്ക് നോക്കാം എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന്. ഇവിടെ റേഡിയോ ഒക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ അത്യാവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കണ്ട. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുക്കാം. ഓക്കെ നമ്മൾ ഏറെക്കുറെ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇനി മദറിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഓക്കെ നമ്മൾ നൈസായിട്ട് കോളിംഗ് ബെൽ അടിക്കാനായിട്ട് ഇവിടെ വന്നിങ്ങനെ ഒളിച്ചിരിക്കും. ഓക്കെ അപ്പോൾ മദർ ഇങ്ങനെ കോളിംഗ് ബെൽ അടിച്ച് ആരാണെന്നറിയാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ആ മദറിൻ്റെ അടുക്കളയിൽ കയറി അവിടെ എന്തെങ്കിലും സാധനം കൊണ്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കാണിച്ചാൽ ഓക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവർ നമ്മളെ കാണത്തില്ല. ഓക്കെ നമുക്ക് നൈസായിട്ട് അകത്ത് കയറാം. ഇവിടുത്തെ ഡ്രോർ നോക്കാം, ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ ആ ഒരു സാധനം ഓണാക്കി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പുകയാവും ഇപ്പോൾ. ഓക്കെ അപ്പോൾ പുക മാറാനായിട്ട് പുള്ളിക്കാരി വന്നിട്ട് ആ ജനൽ തുറക്കാം. അപ്പം ജനൽ തുറക്കുന്ന ഇതിനനുസരിച്ച് നമുക്ക് പുറത്തേക്ക് ചാടാനും പറ്റും. ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ പുള്ളിക്കാരി വീണ്ടും എന്തോ ക്രിസ്മസ് ട്രീക്ക് എന്തോ വെള്ളം ഒഴിക്കാനോ അങ്ങനെ എന്തോ പോയേക്കുവാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഓ ഇവിടെ ഒരു ടോർച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാറ്ററിയാണ്, നമുക്ക് ബാറ്ററി എടുക്കാം. ഓക്കെ നമുക്ക് വീണ്ടും നമ്മുടെ മുറിയിലേക്ക് വന്നേക്കാം. ഒത്തിരി നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തൂക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ മദർ അവിടെ നിന്ന് വെള്ളം ഒഴിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഗൈസ്. ഓ ഗൈസ് നമ്മുടെ ഫാദർ നമ്മളെ പിടിച്ച് നമ്മളെ കണ്ടു നൈസായിട്ട് ഇറങ്ങാൻ നോക്കിയതാ. വീണ്ടും അങ്ങനെ നമ്മളെ പിടിച്ച് നോക്കി. 2 ചാൻസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫാദർ നമ്മളെ പിടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ സ്ക്വാഡ്സ് എടുപ്പിക്കും, അല്ലെങ്കിൽ ഓടിക്കും, വീണ്ടും കിട്ടും. മദറാണെങ്കിൽ നമ്മളെ പണി എടുപ്പിക്കും. ഒക്കെ മുറ്റം നോക്കുകയും അത് ഇതൊക്കെ ചെയ്യിപ്പിക്കും. ആരും പിടിച്ചാലും ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി ഒരു ചാൻസ് കൂടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചാൻസ് നമുക്ക് മാച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടിട്ടുണ്ട്. ഓക്കെ നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ 3ാമത്തെ ചാൻസിൽ നമ്മൾ എങ്ങനെയും രക്ഷപ്പെടാനുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നൈസായിട്ട് നോക്കാം. നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമോ നോക്കാം ഒന്നുകൂടെ. ഓക്കെ അപ്പോൾ ഈ ഉള്ള സാധനം കൊണ്ടൊന്നും നമുക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമുക്ക് നൈസായിട്ട് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. ഓക്കെ നമ്മൾ മുമ്പ് ലാപ്ടോപ്പ് അവിടെ ഓണാക്കി വെച്ചായിരുന്നു, ചാർജൊക്കെ ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കതൊന്ന് ഓണാക്കി നോക്കാം. അതിൻ്റെ പാസ്വേഡ് നമുക്ക് ജസ്റ്റ് ഗെന്നഡി അടിച്ച് നോക്കാം. ഓക്കെ കാരണം അവൻ്റെ ഫാദറിൻ്റെ പേര് ഗെന്നഡി എന്നാണ്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് വല്ല ഗെന്നഡി പ്ലസ് ഫാനാണ്. അപ്പോൾ ഫാനിൽ എന്തോ ഒരു ഹിൻ്റ് ഉണ്ട്. അപ്പം നമുക്കത് അപ്പം ഈ മുറിയിൽ ഫാൻ നോക്കാം. ഈ മുറിയിൽ ഇല്ല, ഫാനില്ല ഗൈസ്. ഇവിടെയും ഫാനില്ല, ഫാദറിൻ്റെ മുറിയിലും ഫാനില്ല. ഓക്കെ അപ്പം അടുക്കളയിൽ ഒരു ഫാനുണ്ട്. അപ്പോൾ നൈസായിട്ട് മുമ്പത്തെ പോലെ കോളിംഗ് ബെൽ അടിക്കാം. അപ്പം അത് ഇറങ്ങി പോകുന്നതനുസരിച്ച് നമുക്ക് ആ ഫാനിൻ്റെ ഇത് നോക്കാം. ഓക്കെ ഓക്കെ ഇവിടെ ഒരു ഫാനുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാൻ ഒന്ന് ഓഫാക്കാം. ഓക്കെ അതിലെന്തോ നമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ 555 ആണ്. ആ നമ്പർ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഒരു നമ്പർ അപ്പുറത്ത് അടിച്ചാൽ നമുക്ക് ആ ലാപ്പ് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അപ്പോൾ നൈസായിട്ട് വേഗം പോകാം. കാരണം മദർ വേഗം വരുന്നു. അപ്പോൾ നൈസായിട്ട് പോയി തുറക്കാം. ഓക്കെ 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 കളാടാക്കി. ഓക്കെ നമുക്കിപ്പോൾ ഗെന്നഡി പ്ലസ് 555 അടിക്കാം. ഓക്കെ അതാണ് പാസ്വേഡ്. അപ്പോൾ നമുക്കത് അടിച്ച് നോക്കാം. ഓ ഫാദർ പിന്നെയും വരുന്നുണ്ട്. ഇങ്ങേർക്ക് ചുമ്മാ ചറ മെസ്സേജാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ കയറി വരുന്നത്. നമുക്ക് വീണ്ടും ഒന്ന് വിളിച്ചേക്കാം. അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് നൈസായിട്ട് വീണ്ടും ഒന്നടിക്കാം. ഓക്കെ ഗെന്നഡി പ്ലസ് 555 അടിക്കാം ഗൈസ്.
ഓക്കെ അങ്ങനെ നമ്മുടെ അത് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ആവശ്യമുള്ള കിട്ടുമോ. ഓക്കെ, കൺട്രോൾ പാനലിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 5712 കൺട്രോൾ പാനലിൻ്റെ കോഡ്. അതാണ് നമ്മുടെ മെയിൻ ഗേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആ കോഡ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെയിൻ ഗേറ്റ് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മെയിൻ ഒരു ഹിൻ്റാണ് അത് ഒരു കോഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് മുറി കയറാം, കാരണം മദറിൻ്റെ ഇത് ഓപ്പൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലോത്ത് ഉണ്ട്, അതുപോലെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു സ്പ്രേയും ഉണ്ട്. ഓക്കെ, അത് രണ്ടും എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ആ ക്ലോത്ത് അഴുക്കാണ്, അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാം. വാഷിംഗ് മെഷീൻ ഒന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, പെട്ടെന്ന് ഇടാം, കാരണം വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് കേട്ട് പേരൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് വാഷിംഗ് മെഷീൻ പൗഡറൊക്കെ തിരിച്ച് വെക്കും. ലൈറ്റ് ഓഫ് ആക്കണം. ലൈറ്റ് ഓഫ് ആക്കണം ഗൈസ്. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി. അപ്പോൾ അവൻ്റെ അപ്പൻ ഇപ്പോൾ വരുന്നുണ്ട് ബാത്റൂമിലോട്ട്. ഓക്കെ, ടോയ്ലറ്റിൽ വരുന്നുണ്ട്. ഈ സൗണ്ട് വീട്ടിലല്ല, പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി സൗണ്ട് എന്തോ വരുന്നുണ്ടെന്ന്. നോക്കി, അപ്പോൾ നമുക്ക് നൈസായിട്ട് വാഷിംഗ് മെഷീൻ ഓഫാക്കാം. പക്ഷേ അത് തുറക്കാൻ പറ്റുന്നില്ല, കാരണം അത് അടച്ചിട്ടേക്കുന്നുണ്ട്. അവർക്ക് ഡൗട്ട് വരും അത് തുറന്നിരുന്ന സാധനം ഞങ്ങൾ അടച്ചേ. നോക്കി, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടെ വന്നിരിക്കാം. അവരെന്തായാലും നമ്മളെ കാണത്തില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫാദർ മദർ ഒന്നിച്ചാ കേസ് വന്നേക്കുന്നത് നമ്മളെ തപ്പി. ഓക്കെ, തൂക്കി മദർ പെട്ടെന്ന് കളിപ്പിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പുറകെ പോകും. ഓക്കെ, ഫാദറും പോയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്ക് പോയിട്ട് ആ ഒരു ക്ലോത്ത് എടുക്കാം. ഓക്കെ, എന്നിട്ട് കുറേ നേരം ഇവിടെ ഒന്ന് അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ പിന്നെ അന്വേഷിക്കത്തില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് ആ ക്ലോത്ത് എടുക്കാം. ക്ലോത്ത് എടുത്തിട്ട് ആ വാഷിംഗ് മെഷീൻ ക്ലോസ് ചെയ്തേക്കാം, എന്നിട്ട് വീണ്ടും അടയ്ക്കാം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പിന്നെ നമ്മൾ അന്വേഷിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, നമുക്ക് ഇനി നൈസായിട്ടൊന്ന് ഇറങ്ങാം. ഓക്കെ, ഇപ്പോൾ അവരുടെ അനക്കമൊന്നുമില്ല. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാം. ഇനി എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ ആ സ്പ്രേ ഒക്കെ വെച്ച് എന്താ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആദ്യം പോയി ഒന്ന് ബെല്ലടിക്കും. ഓക്കെ, മദറിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മദറിനെ പോയി ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് അവിടെ തന്നെ പോയിരിക്കാം. അപ്പോൾ മദർ ഇറങ്ങി പോകാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു സ്പ്രേ ഉണ്ട്, അതിൽ ആ ക്ലോത്ത് ഉണ്ട്. ആ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു കൺട്രോൾ പാനൽ മൊത്തം അഴുക്കാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പണിയെടുത്ത്. ഓക്കെ, നൈസായിട്ട് ആ സ്പ്രേ അടിച്ചൊന്ന് ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്തിട്ട് ആ മുമ്പേ എടുത്ത ആ കോഡ് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കാം. 5712 എൻ്റർ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം, മെയിൻ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം കഥകും തുറവാണ്, അപ്പം ഇതും തുറക്കണം. അപ്പം വേഗം ഇറങ്ങാം, മദർ പിടിക്കാതെ തന്നെ വേഗം ഇറങ്ങണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.